നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സ്റ്റോം വാട്ടർ ഡിറ്റർമിനേഷൻ ആയിരുന്നു അല്ലേ? അതായത് മഴവെള്ളം എത്ര ക്വാണ്ടിറ്റിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിച്ചു അല്ലേ? 2 മെത്തേഡിലൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? റാഷണൽ മെത്തേഡും അതുപോലെ എംപിറിക്കൽ ഫോർമുല വെച്ചിട്ടും അല്ലേ? അപ്പൊ അതില് രണ്ടിലും നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ഇപ്പൊ റാഷണൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റോം വാട്ടർ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ കണ്ടുപിടിക്കുക? Q is equal to AIR by 360. അതാണ് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല അല്ലേ? Q is equal to AIR by 360. അതിലെ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ വാട്ടർഷെഡ് ഇൻ ഹെക്ടേഴ്സ്. ഹെക്ടറിലാണ് ഏരിയ പറയുന്നത്. I എന്ന് പറയുന്നത് എന്താണ്? ഇംപെർമിയബിലിറ്റി ഫാക്ടർ അല്ലേ? എത്രത്തോളം ആ ഒരു സർഫസിന്, നമ്മുടെ ഭൂമിയുടെ സർഫസിന് വെള്ളം അടിയിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇംപെർമിയബിലിറ്റി ഫാക്ടർ. പിന്നെ അതുപോലെ R എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. അതിന്റെ യൂണിറ്റ് മില്ലിമീറ്റർ പെർ ഹവറിലാണ് കേട്ടോ, mm per hour. അതാണ് R. അപ്പൊ Q is equal to AIR by 360. അതാണ് നമ്മുടെ റാഷണൽ മെത്തേഡില് സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലേ? പിന്നെ നമ്മൾ എംപിറിക്കൽ ഫോർമുല നോക്കിയിരുന്നു. എംപിറിക്കൽ ഫോർമുലയിൽ നമ്മൾ എത്ര ഫോർമുലാസ് കണ്ടു? 6 ഫോർമുല അല്ലേ? 6 ഡിഫറെന്റ് ഫോർമുലാസ് വെച്ചും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. എന്തിനാണ് സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്? കാരണം സീവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അതായത് പൈപ്പ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പൈപ്പിന്റെ ഡയാമീറ്റർ, എത്ര ഡയാമീറ്റർ വേണ്ട പൈപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എത്ര വെള്ളം വരുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എത്ര വെള്ളം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെ എംപിറിക്കൽ ഫോർമുലാസ് ഒക്കെ വെച്ച് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പൊ യൂഷ്വലി നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പൊതുവെ റാഷണൽ മെത്തേഡ് വെച്ചേ ചോദിക്കൂ കേട്ടോ. അതാണ് കുറച്ചുകൂടെ എളുപ്പം, അതാണ് ചോദിക്കാൻ, നിങ്ങൾക്ക് അത്രേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നോക്കിയത് എന്തൊക്കെയായിരുന്നു? എന്താണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ അല്ലെ? നമ്മൾ ഒരു ടേം നോക്കിയതാണ്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ. എന്തായിരുന്നു ടൈം ഓഫ് കോൺസെൻട്രേഷൻ? എത്ര സമയം എടുക്കും ഒരു വെള്ളത്തുള്ളി ഒരു മഴയായിട്ട് പെയ്യുമ്പോൾ ഫാർദസ്റ്റ് പോയിന്റ് ഓഫ് ദ വാട്ടർ ഷെഡിൽ നിന്ന് നമ്മുടെ ഡ്രെയിനിലേക്ക് എത്താൻ എടുക്കുന്ന സമയം അല്ലെ? ഏറ്റവും ദൂരേന്ന് നമ്മുടെ ഡ്രെയിനിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, അതിനെയാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയും അല്ലെ? അപ്പൊ അതിന് നമ്മളൊരു ചെറിയൊരു ഫോർമുല നോക്കിയിരുന്നു. TC, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? TE plus TF ആണെന്ന് പറഞ്ഞു. TE എന്ന് പറയുന്നത് ടൈം ഓഫ് എൻട്രി, TF എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ. അതെന്തൊക്കെയാന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ സർഫസ് ഡ്രെയിനിനെ കുറിച്ചാണ് പറയാൻ തുടങ്ങിയത് അല്ലെ? എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് ഓഫ് എ ഐഡിയൽ ഡ്രെയിൻ? ഒരു നല്ലൊരു ഡ്രെയിൻ ആവണമെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്, അത് ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് സർഫസ് ഡ്രെയിനിനെ കുറിച്ചാണ് അല്ലേ? 4 ടൈപ്സ് ഓഫ് സർഫസ് ഡ്രെയിൻസിന്റെ ഷേപ്പ് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? റെക്ടാങ്കുലാർ, സെമി സർക്കുലർ ഷേപ്പ്, U ഷേപ്പ്, V ഷേപ്പ്.
അപ്പൊ അത് നമുക്കൊന്നുകൂടെ നോക്കാം. നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ചതൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് സർഫസ് ഡ്രെയിൻ നമുക്ക് 4 ടൈപ്പ് സർഫസ് ഡ്രെയിനുകളാണ് നമ്മൾ പഠിച്ചത്. റെക്ടാങ്കുലാർ, സെമി സർക്കുലർ, യു ഷേപ്ഡ്, അതുപോലെ വി ഷേപ്ഡ് സർഫസ് ഡ്രെയിൻ അല്ലേ. ഇതാണ് ആ ഓരോ ഷേപ്പ്. റെക്ടാങ്കുലാർ ഷേപ്പ് കണ്ടില്ലേ, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും അല്ലെ, റെക്ടാങ്കുലാർ ഷേപ്പ്. ഇത് സെമി സർക്കുലർ ഷേപ്പ്, ഇത് വി ഷേപ്പ് അല്ലെ, വി ഷേപ്പ്, പിന്നെ ഇത് യു ഷേപ്പ്. ഓക്കെ, അപ്പൊ അതാണ് ടൈപ്സ് ഓഫ് സർഫസ് ഡ്രെയിൻസ്. അപ്പൊ ഈ ഡ്രെയിൻസ് ഒക്കെ they are constructed either in brick masonry or stone masonry in cement mortar. അപ്പൊ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ബ്രിക്ക് മേസൺറി വെച്ചോ അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻസൈഡ് സർഫസ് is smoothly plastered with rich cement mortar. അപ്പൊ നല്ലോണം സിമെന്റ് മോർട്ടാറൊക്കെ വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഡ്രെയിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. They are provided with suitable gradient to maintain the velocity within the range so as to avoid either silting or scouring. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഓരോ ഡ്രെയിനും സ്യൂട്ടബിൾ ഗ്രേഡിയന്റിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ലോപ്പ് കൊടുക്കും അല്ലെ. ഒരു ഡ്രെയിനില് വെള്ളം ഒഴുകി പോകണമെങ്കിൽ നമുക്കറിയാം അല്ലെ, ഗ്രാവിറ്റി വഴിയാണ് വെള്ളം ഒഴുകുന്നത്. അല്ലാതെ അവിടെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഗ്രാവിറ്റി വഴി ഒഴുകണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊരു സ്ലോപ്പ് വെക്കണം അല്ലെ, എന്നാലേ ഒഴുകും. അപ്പൊ ആ സ്ലോപ്പ് നമ്മൾ വെക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, they are provided with suitable gradient. suitable slope നമ്മൾ കൊടുക്കും to maintain the velocity. ആ ഒരു വെലോസിറ്റി കിട്ടാൻ വേണ്ടി. ഏത് വെലോസിറ്റി? ആ വെലോസിറ്റിക്ക് ഒരു പേര് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. അപ്പൊ ആ ഒരു സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി കിട്ടാനായി നമ്മളൊരു ചെറിയ സ്ലോപ്പ് കൊടുക്കും. അപ്പൊ ആ സ്ലോപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? The velocity should be such that it should avoid silting or scouring. സിൽറ്റിങ്ങും വരാൻ പാടില്ല. അതായത് അത്രയും ചെറിയ സ്ലോപ്പ് കൊടുത്താൽ എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസ് എല്ലാം അടിഞ്ഞുകൂടും അല്ലെ. അതുപോലെ സ്ലോപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിന്റെ സ്പീഡ് കൂടിയാൽ തേഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതായത് സ്കൗറിങ്. അപ്പൊ നോൺ സിൽറ്റിംഗ്, നോൺ സ്കൗറിങ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. അപ്പൊ ആ ഒരു വെലോസിറ്റിയിൽ വേണം സീവേജ് ഒഴുകാൻ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സ്ലോപ്പ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതാണ് സർഫസ് ഡ്രെയിൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ കുറെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ആ ഫോർമുലാസിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഒരു 2-3 പ്രോബ്ലംസ് നോക്കാം. ഇപ്പൊ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും നമ്മൾ ആ പഠിച്ചതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ എങ്ങനെയാ വരുന്നത് നമുക്കൊന്ന് കാണാം. ഓക്കെ, the catchment area of town is 250 hectares. അവ ഏരിയ തന്നിട്ടുണ്ട്. കാച്ച്മെന്റ് ഏരിയ 250 hectares ആണ് അല്ലെ. ഏരിയ is in hectare. The different types of surfaces contributing runoff are as follow. അപ്പൊ ഓരോ സ്ഥലത്തുനിന്നും മഴവെള്ളം ഒഴുകി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒഴുകി വരുന്ന ഓരോ സ്ഥലത്തിന്റെയും റൺ ഓഫ് കോഎഫിഷ്യന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് വാട്ടർ ടൈറ്റ് റൂഫിൽ നിന്ന് വരുന്ന വെള്ളം, റൂഫിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരും അല്ലെ. അപ്പൊ റൂഫിൽ നിന്ന് വരുന്ന ആ റൂഫിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് എത്രയാണ്? 0.9.
പെർസെൻറ്റേജ് ഏരിയ 35% വെള്ളവും എവിടുന്നാണ്? റൂഫിൽ നിന്നാണ് വരുന്നത്. പിന്നെ അടുത്തത് ആസ്ഫാൾട്ടിക് പേയ്മെന്റ്. ആസ്ഫാൾട്ടിക് പേയ്മെന്റ് 10% വെള്ളമാണ് വരുന്നത്. അതായത് ആസ്ഫാൾട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പേയ്മെന്റ്, നടക്കുന്ന പാത, അവിടുന്ന് വരുന്ന അത് 10% ആണുള്ളത്. അതിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.85. അതുപോലെ മാക്കാഡമൈസ്ഡ് റോഡ്സ്, റോഡ് 15% കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് 0.4. പിന്നെ അടുത്തത് അൺപേവ്ഡ് സ്ട്രീറ്റ്സ്, അതായത് ഒരു പേയ്മെന്റ് കൊടുക്കാത്ത, അതായത് നമ്മുടെ മണ്ണുകൊണ്ടുള്ള എന്താ പറയാ, ഏർതേൺ സ്ട്രീറ്റ്സ്. ഓക്കെ, നല്ലൊരു പേയ്മെന്റ് ഇല്ലാത്ത സ്ട്രീറ്റ്, അത് 20% വരുന്നുണ്ട് ഏരിയന്റെ. അതായത് 20% ഓഫ് എത്ര ഏരിയ? 250 ഹെക്ടേഴ്സ് അല്ലെ. 250 ഹെക്ടേഴ്സിന്റെ 20% എന്താണ്? അൺപേവ്ഡ് സ്ട്രീറ്റ് ആണ്. അപ്പൊ അതിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട് 0.15. പിന്നെ അടുത്തത് ലോൺസ് ആൻഡ് ഗാർഡൻസ് ഓഫ് സാൻഡി സോയിൽ വിത്ത് 4% സ്ലോപ്പ്. അപ്പൊ ഗാർഡൻസിൽ നിന്നൊക്കെ വരുന്ന, അത് ഗാർഡൻ എന്ന് പറയുന്ന 15% ഏരിയ ആണ്. 250 ഹെക്ടറിന്റെ 15% ആണ് വരുന്നത്. അതിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് എത്രയാണ്? 0.12 അല്ലെ. പിന്നെ അടുത്തത് വേക്കന്റ് പ്ലോട്ട്സ് ആണ്. വേക്കന്റ് പ്ലോട്ട്സ് എന്ന് പറയുന്നതിന്റെ ഏരിയ എത്രയാണ്? 5% ആണ് ഏരിയ. പിന്നെ അതിന്റെ റൺ ഓഫ് കോഎഫിഷ്യന്റ് എത്രയാണ്? 0.1 അല്ലെ. ഓക്കെ, ഈ റൺ ഓഫ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഇംപെർമിയബിലിറ്റി ഫാക്ടർ. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചത്? Calculate the impermeability factor of the complete watershed. അപ്പോ ഈ ടോട്ടൽ ഏരിയന്റെ ഈ ഒരു impermeability factor or run off coefficient, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ റൺ ഓഫ് കോഎഫിഷ്യന്റ് എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യനിൽ impermeability factor ചോദിച്ചത്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. impermeability factorന്റെ വേറെ പേരാണ് എന്ത്? റൺ ഓഫ് കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമുക്ക് ഓരോ സ്ഥലത്തെ റൺ ഓഫ് കോഎഫിഷ്യന്റ് ഓർ ഇംപെർമിയബിലിറ്റി ഫാക്ടർ ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഈ 250 ഹെക്ടേഴ്സിന്റെ മൊത്തമായിട്ടുള്ള ഇംപെർമിയബിലിറ്റി ഫാക്ടർ എത്രയാണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് ഇഫ് ദ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഇസ് 35 mm/hour. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ തന്നിട്ടുണ്ട്. Calculate the storm water flow rate of the town. നമ്മളോട് ചോദിച്ച എന്ത് കാണാനാണ്? storm water flow rate അല്ലേ. അപ്പൊ അതിന് നമ്മൾ പഠിച്ച ഫോർമുല ഏതായിരുന്നു? To find the quantity of storm water. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഞാൻ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞു അല്ലേ. നമ്മള് റാഷണൽ ഫോർമുലയും എംപിറിക്കൽ ഫോർമുലയും പഠിച്ചിരുന്നു. അതിലെ റാഷണൽ ഫോർമുലയാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കാറ്. ഓക്കെ, അപ്പൊ അതില് പറയുന്നത് എന്താണ്? Q is equal to AIR/360 അല്ലേ. അതല്ലേ ഫോർമുല? നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അതൊന്ന് മറച്ചു നോക്കിയാൽ മനസ്സിലാവും. Q is equal to AIR/360. അപ്പൊ ആ ഒരു ഫോർമുലയില് A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ അല്ലെ, തന്നിട്ടുണ്ട് 250 ഹെക്ടേഴ്സ്. I എന്ന് പറയുന്നത് എന്താണ്? ഇംപെർമിയബിലിറ്റി ഫാക്ടർ. അപ്പൊ നമ്മള് ഇംപെർമിയബിലിറ്റി ഫാക്ടർ ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. ടോട്ടൽ ഏരിയന്റെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ ആ ഫോർമുലയിലെ R എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഇൻ mm/hour. അപ്പൊ അത് 35 തന്നിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 360. അപ്പൊ അതാണ് ഫോർമുല. അപ്പൊ അതിൽ ആകെ ഉള്ള ഒരു അൺനോൺ എന്ന് പറയുന്നത്, നമുക്ക് അറിയാത്ത ടേം ഇതാണ്, ഇംപെർമിയബിലിറ്റി ഫാക്ടർ. പിന്നെ അതുപോലെ നമ്മൾ പഠിച്ചിരുന്നു ഇംപെർമിയബിലിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഇഫ് ദ ഏരിയാസ് ആർ ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് യൂണിറ്റ്സ്
നമ്മൾ എങ്ങനെ ഒരു ടോട്ടൽ ഏരിയയുടെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിനും നമ്മളൊരു ഫോർമുല പഠിച്ചു അല്ലേ? I is equal to A1I1 plus A2I2 plus A3I3 plus A4I4 plus A5I5 plus A6I6 whole divided by total area. ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇംപെർമിയബിലിറ്റി ഫാക്ടർ കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് തന്ന A1, A2, A3 എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏരിയ അല്ല തന്നിട്ടുള്ളത്, നേരെ മറിച്ച് പെർസെൻറ്റേജ് ഏരിയ ആണ്. അതായത് 35% ഓഫ് 250 ഹെക്ടേഴ്സ്. ആ 250 ഹെക്ടറിന്റെ 35% വാട്ടർ ടൈറ്റ് റൂഫ് അല്ലേ? അപ്പൊ അതാദ്യം കണ്ടുപിടിക്കണം. 35/100 into 250 എത്രയാണ്? അതാണ് A1. അതുപോലെ A2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10/100. 100 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയതുകൊണ്ട് കേട്ടോ. അപ്പൊ 10/100 into 250 അതാണ് A2. അതുപോലെ A3 എന്തായിരിക്കും? 15/100 into 250 അത്രയും ഹെക്ടേഴ്സ്. അതുപോലെ A4 20/100 into 250. A5 15/100 into 250. അതുപോലെ 5/100 into 250. അപ്പൊ അതായിരിക്കും A1, A2, A3, A4, A5, A6 എന്ന് പറയുന്ന വാല്യൂസ്. അപ്പൊ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപെർമിയബിലിറ്റി ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. എത്രയാണ് ടോട്ടൽ ഏരിയ? 250 ഹെക്ടേഴ്സ് അല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ 250 ഹെക്ടർ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ഏരിയന്റെ, അതായത് കംപ്ലീറ്റ് വാട്ടർ ഷെഡിന്റെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ കിട്ടും. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, സൊല്യൂഷനിലേക്ക് പോവാം. അപ്പൊ ആദ്യം ഇംപെർമിയബിലിറ്റി ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ I is equal to ഞാൻ പറഞ്ഞ ഫോർമുല A1I1 plus A2I2 plus etc. whole divided by A1 plus A2 plus അതായത് ടോട്ടൽ ഏരിയ. ഓക്കെ, അപ്പൊ ഓരോ ടേം ആദ്യം കണ്ടുപിടിക്കണം. A1I1, അതുപോലെ A2I2, അതുപോലെ എക്സെട്ര AIIN. ഓക്കെ, അതായത് nth ടേമിനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് A1I1 എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. A1 എന്താണ്? ഞാൻ പറഞ്ഞു 35% ഓഫ് 250 ആണ് അല്ലെ? 35/100 into 250 അതാണ് A1 into കറസ്പോണ്ടിങ് എന്ത് ഇംപെർമിയബിലിറ്റി ഫാക്ടർ 0.9. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അതുപോലെ A2I2 അതായത് 10% ഓഫ് 250 ആണ് ഏരിയ. ഏരിയ ഇൻറ്റു I ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ ബാക്കി എല്ലാം ചെയ്യും. അതായത് A3I3, A4I4, A5I5, A6I6 എല്ലാം ഇതുപോലെ തന്നെ. അതായത് ആ തന്ന പെർസെൻറ്റേജ് ഇൻറ്റു 250 അതാണ് നമ്മുടെ ഏരിയ ഇൻറ്റു 0.12 അതായത് ഇംപെർമിയബിലിറ്റി ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടും. എന്നിട്ട് ഈ കിട്ടിയ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 250. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇംപെർമിയബിലിറ്റി ഫാക്ടർ ഓഫ് ദ എൻറ്റയർ വാട്ടർ ഷെഡ് അല്ലേ? ആ വാട്ടർ ഷെഡ് മുഴുവനായിട്ടുള്ള ഇംപെർമിയബിലിറ്റി ഫാക്ടർ എത്രയാണ്? 0.513. അപ്പൊ ഇത് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യനിലെ ഒരു പാർട്ടാണ്. പിന്നെ ഇനി അടുത്ത പാർട്ട് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ? അപ്പൊ സ്റ്റോം വാട്ടർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല ഉണ്ട് അല്ലേ? AIR/360. അപ്പൊ നമുക്ക് A അറിയാം എത്രയാണ്? 250 ഹെക്ടേഴ്സ്. I നമ്മളിപ്പോ കണ്ടുപിടിച്ചു 0.513. പിന്നെ R എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ അല്ലെ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തന്നതുകൊണ്ട് അതേ വാല്യൂ നമ്മൾ എഴുതി. 35 mm/hour ആണ് അല്ലെ?
അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 360. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ 12.47 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോം വാട്ടർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ദ ക്വാണ്ടിറ്റി, എത്രത്തോളം മഴവെള്ളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിച്ചാലേ നമുക്ക് ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മളോട്, സീവർ എത്രയാവണം, ഡിസൈൻ എ സീവർ എന്ന് ചോദിച്ചാൽ, അതായത് ഒരു സീവർ ഡിസൈൻ ചെയ്യാൻ, പൈപ്പ് ഡിസൈൻ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു വാല്യൂ അറിയണം. എന്നാലേ പൈപ്പിന് എത്ര ഡയമീറ്റർ വേണ്ടി വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് നോക്കൂ. ഇതിൽ പറയുന്നുണ്ട് ഡിസൈൻ എ സീവർ. ഓക്കെ, അപ്പൊ ഇതിൽ സീവർ ഡിസൈൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. വിച്ച് റിസീവ്സ് കമ്പൈൻഡ് സീവേജ് ഫ്രം എ സ്മോൾ ഡിസ്ട്രിക്ട് അറ്റ് ദ റേറ്റ് ഓഫ് 800 liters per second. അപ്പോൾ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, എത്രത്തോളം വേസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നു. The sewer runs half full. സീവർ എങ്ങനെയാണ് ഒഴുകുന്നത്? ഒരു പൈപ്പാണ്, ആ പൈപ്പിന്റെ പകുതിയെ എന്തുള്ളൂ? സീവേജ് ഉള്ളൂ. അതായത് ആ പൈപ്പിന്റെ മുഴുവൻ ഏരിയയിൽ കൂടെ ഒഴുകുന്നില്ല, അല്ലെ? ആ പൈപ്പിന്റെ പകുതിയെ നമ്മളെ സീവേജ് ഒഴുകുന്നുള്ളൂ. Assume the value of coefficient of rugosity as 0.013 and bed slope of 1 in 100. അപ്പൊ നമുക്ക് ഇതിൽ തന്നൊരു വാല്യൂ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി. നമ്മൾ ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി എന്ന് പറയുന്ന ടേം ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഫോർമുലയാണ് മാനിങ്സ് ഫോർമുല. ഓക്കെ, നിങ്ങൾ കുറെ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി വരുന്ന കുറെ ഫോർമുലാസ് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ചെസീസ് ഫോർമുല, അല്ലെ? അതിൽ തന്നെ വരുന്ന പിന്നെ ബേസിൻസ് ഫോർമുല, അല്ലെ? ഒക്കെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ആണ് ഇതെല്ലാം? വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ്, അല്ലെ? അപ്പൊ നിങ്ങൾ ചെസീസ് ഫോർമുല കണ്ടിട്ടുണ്ട്, മാനിങ്സ് ഫോർമുല, അതുപോലെ ഹെയ്സൺ വില്യം ഫോർമുല, പിന്നെ അതുപോലെ ക്രിപ്സ് ആൻഡ് ബർഗസ് ഫോർമുല, അല്ലെ? 4 ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാം വെലോസിറ്റി ഓഫ് സീവേജ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ റുഗോസിറ്റി കോഎഫിഷ്യന്റ് എല്ലാ ഫോർമുലയിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ഈ കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി വാല്യൂ തരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് മാനിങ്സ് ഫോർമുലയാണ് കേട്ടോ. കാരണം അതാണ് ഏറ്റവും എളുപ്പമുള്ള ഫോർമുല. ഈ ഉള്ളതിൽ വെച്ച് പഠിക്കാൻ എളുപ്പമുള്ള ഫോർമുല മാനിങ്സ് ഫോർമുലയാണ്. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് വരാനും സാധ്യത കൂടുതൽ മാനിങ്സ് ഫോർമുലയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതിൽ ചോദിച്ചത് നമ്മളോട് എന്താ? ഡിസൈൻ എ സീവർ. ഒരു സീവർ നമ്മൾ ഡിസൈൻ ചെയ്യണം, അല്ലെ? അതായത് ആ സീവറിന് എത്ര ഡയാമീറ്റർ ഉള്ള ഒരു പൈപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ പൈപ്പിന്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, തന്നത് എന്തൊക്കെയാണ്? ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, അതായത് 800 liters per second ഡിസ്ചാർജ്. പിന്നെ തന്ന വാല്യൂസ് ഒക്കെ എന്താണ്? റുഗോസിറ്റി കോഎഫിഷ്യന്റും ബെഡ് സ്ലോപ്പും ഒക്കെയാണ്. അതായത് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്യൂവും, അതായത് ഡിസ്ചാർജും വെലോസിറ്റിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫോർമുല തന്നെയാണ്, വളരെ പരിചയമുള്ള ഒരു ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. Q is equal to AV, അല്ലെ? ഡിസ്ചാർജ് ഫോർമുലയാണത്. Q is equal to AV. അപ്പൊ ഈ Q is equal to AV എന്ന് പറയുമ്പോൾ Q തന്നിട്ടുണ്ട്, V നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി ഉണ്ട്, ബെഡ് സ്ലോപ്പ് ഉണ്ട്, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, the sewer runs half full.
അപ്പൊ ഈ ക്രൈറ്റീരിയാസ് വെച്ച് നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ മാനിങ്സ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ വെലോസിറ്റിയും കണ്ടുപിടിക്കാം. പിന്നെ അവിടെ ആകെ അറിയാത്തൊരു ടേം എന്ന് പറയുന്നത് എന്താണ്? Q is equal to AV. ആ ഫോർമുലയില് A അല്ലേ? A എന്ന് പറയുന്നത് ഏരിയ ഓഫ് സീവർ. ഏരിയ ഓഫ് സീവർ എന്താണ് ഫോർമുല? π/4d². അല്ലേ? നമ്മൾ സീവർ പൊതുവെ ഒരു സർക്കിൾ ആയിട്ടാണ് എടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മളോട് പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആ സീവറെ സർക്കുലർ ആയിട്ട് എടുക്കാം. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് π/4d² ആയിരിക്കും. അപ്പൊ അതിലെ D നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, സൊല്യൂഷൻ നോക്കാം. അപ്പൊ തന്ന വാല്യൂസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം. Q is equal to 800 liters per second തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ലിറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് അല്ലെ? കാരണം നമുക്ക് വെലോസിറ്റി നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് പറയാറ്. അപ്പൊ ഡിസ്ചാർജും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ പറയണം. എന്നാലേ നമ്മൾ ഏരിയ കണ്ടുപിടിച്ച ആ ഏരിയയിൽ ഡയമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ ആൻസർ എന്തിൽ കിട്ടൂ? മീറ്ററിൽ കിട്ടും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? എപ്പോഴും നമ്മൾ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു യൂണിറ്റ്സ് ആയിരിക്കണം അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. 0.8 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. പിന്നെ തന്നത് എന്തൊക്കെയാണ്? കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി N എന്ന് പറയുന്നത് 0.013 ആണ്. പിന്നെ അതുപോലെ എന്താണ് I പറയുന്ന സ്ലോപ്പ് ഗ്രേഡിയന്റ് അല്ലെ? 1 in 100, അതായത് 1/100 എന്നാണ് പറയുക അല്ലെ? 1/100 അതിനെ എഴുതുന്നതാണ് 1 in 100. അപ്പൊ 1/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 അല്ലെ? 1/100 എന്ന് പറയുന്നത് 0.01 ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു, സീവർ റൺസ് ഹാഫ് ഫുൾ. അതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാനിങ്സ് ഫോർമുല എന്ന് പറയുന്നത് V is equal to 1/n m⁻²/3 I⁻². അതാണ് നമ്മുടെ മാനിങ്സ് ഫോർമുല അല്ലെ? അതായത് V കണ്ടുപിടിക്കേണ്ട ഫോർമുല, വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പൊ അതിൽ N നമുക്ക് അറിയാം, I അറിയാം, പക്ഷെ M അറിയില്ല. M എന്താണ്? M എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഡെപ്ത് അല്ലെ? നിങ്ങളുടെ FM-ലൊക്കെ പഠിച്ചതാണ്. എന്താണ് ഹൈഡ്രോളിക് ഡെപ്ത്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് ഏരിയ ബൈ പെരിമീറ്റർ അല്ലെ? അപ്പൊ ഏരിയ ബൈ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എടുക്കുക? ഏരിയ, എത്രത്തോളം ഏരിയയിലാണ് നമ്മുടെ സീവേജ് ഒഴുകുന്നത്, ഡിവൈഡഡ് ബൈ എത്ര പെരിമീറ്റർ ഓഫ് ദാറ്റ് പൈപ്പ് ലൈൻ ആണ് ആ സീവേജ് തട്ടുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ ഏരിയ എത്രയാണ്? ഹാഫ് ഏരിയ ഉള്ളു അല്ലെ? അതായത് π/4d² ആണ് നമ്മുടെ ടോട്ടൽ ഏരിയ ഓഫ് എ സർക്കിൾ. π/4d² ആണ്. പക്ഷേങ്കിൽ അതിന്റെ പകുതിയെ ഒഴുകുന്നുള്ളൂ. അതായത് എഴുതിയിട്ടുണ്ട് സീവർ റൺസ് ഹാഫ് ഫുൾ. അതായത് ഒരു സീവർ നമ്മൾ വട്ടത്തിൽ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയെ സീവേജ് ഒഴുകുന്നുള്ളൂ. അപ്പോ π/4d²/2 അല്ലെ? ഏരിയന്റെ പകുതിയെ നമുക്ക് സീവേജ് ഉള്ളൂ. അപ്പൊ അതാണ് π/4d²/2 എന്ന് പറയുന്നത്. എത്രയാണ്? πd²/8. π/8d². ഓക്കെ, അത് പകുതിയാണ്. പിന്നെ അതുപോലെ പെരിമീറ്റർ, ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? πd അല്ലെ? അല്ലെങ്കിൽ 2πr. 2πr എന്ന് പറയാം, അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ ടേംസിലാണെങ്കിൽ πd എന്ന് പറയാം. അപ്പൊ ഇവിടെയും പെരിമീറ്റർ അതുപോലെ തന്നെ എന്താണ്? ആ സർക്കിളിന്റെ പകുതിയെ എന്തുള്ളൂ?
സീവേജ് ഒഴുകുന്നുള്ളൂ. അപ്പൊ പൈ ഡി ബൈ 2. ഓക്കെ, അപ്പൊ ഏരിയയും നമ്മുടെ സർക്കിളിന്റെ പകുതിയേ ഉള്ളൂ, അതുപോലെ പെരിമീറ്ററും പകുതിയേ ഉള്ളൂ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക d/4 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് d അറിയില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു d അതുപോലെ തന്നെ ഫോർമുലയിൽ വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് m കിട്ടി. So using Manning's formula, V is equal to 1/n m raised to 2/3 I raised to half. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിലെ m നെ നമുക്ക് d/4 എന്ന് തന്നെ എഴുതാം. ഓക്കെ, മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.053 d raised to 2/3. അത്ര എന്ത് യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? യൂണിറ്റ് ഓഫ് വെലോസിറ്റി ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി നമുക്ക് ഇൻ ടേംസ് ഓഫ് d ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഈ d ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ അതിന് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ എടുക്കുന്ന ഫോർമുല ഏതാണ്? ഡിസ്ചാർജ് ഫോർമുല. Q is equal to AV. അപ്പൊ Q നമുക്ക് തന്നിട്ടുണ്ട്, ഏരിയ നമുക്കറിയാം എത്രയാണ്? പകുതി ഏരിയ അല്ലേ? പൈ ഡി സ്ക്വയർ ബൈ 8. വെലോസിറ്റി നമുക്ക് ദാ ഇവിടെ കിട്ടി 3.053 d raised to 2/3. അപ്പൊ ഇതിൽ ആകെ അറിയാത്തൊരു ടേം എന്ന് പറയുന്നത് d മാത്രമാണ് അല്ലേ? പൈന്റെ വാല്യൂ നമുക്കറിയാം 22/7 അല്ലെങ്കിൽ 3.14. അപ്പൊ പൈന്റെ വാല്യൂ അറിയാം, അപ്പൊ d മാത്രമാണ് അറിയാത്തത്. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതാണ്. കാരണം d raised to 8/3 എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എത്രയാണ് വരിക? ഡിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.8592. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ഒരു പൈപ്പിന്റെയും ഡയമീറ്റർ കൊടുക്കില്ല. അപ്പൊ ടു ദ നെക്സ്റ്റ് ഹയർ വാല്യൂ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് പൈപ്പ് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ പൈപ്പിന്റെ സൈസ് കുറയാൻ പാടില്ല അല്ലേ? അപ്പൊ 0.9 meters ആണ് നമ്മുടെ പൈപ്പിന്റെ ഡയമീറ്റർ. So provide 0.9 meter diameter seaver. Okay, അപ്പൊ അതാണ് ഡിസൈൻ ഓഫ് എ സീവർ. ഇങ്ങനെയാണ് നമ്മൾ സീവർ ഡിസൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത്ര കാര്യം അറിഞ്ഞാൽ മതി. സീവർ ഡിസൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കുക. Q is equal to AV. ഓക്കെ, Q തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. ഇതുപോലെ V നമുക്ക് ഏതാണോ തന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് അതിനനുസരിച്ച് നമുക്ക് ഫോർമുല തീരുമാനിക്കാം. പക്ഷെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മാനിങ്സ് ഫോർമുല തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, കാരണം മറ്റതൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഫോർമുലാസ് ആണ്. പിന്നെ എന്താണ്? V കണ്ടുപിടിച്ചു. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് D. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ സീവർ. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത് നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Design a separate sewer running full which receives only storm water from a watershed of area 50 hectares. The duration of storm is 15 minutes. 15 മിനിറ്റ് നീളുന്ന ഒരു മഴയാണ് പെയ്യുന്നത്. The impermeability factor of the total area is 0.5. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതുപോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ടോട്ടൽ ഏരിയന്റെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത I is equal to A1I1 plus A2I2 plus A3I3 അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആദ്യമേ തന്നത് ടോട്ടൽ ഏരിയന്റെ ഇംപെർമിയബിലിറ്റി ഫാക്ടർ ആണ്. പിന്നെ the coefficient of rugosity n എന്ന് പറയുന്നത് എത്രയാണ്? 0.013. I എന്ന് പറയുന്നത് 0.01. അപ്പൊ ഈ ഒരു വാല്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാലോചിക്കേണ്ടത് ഏത് ഫോർമുലയാണ്? മാനിങ്സ് ഫോർമുല അല്ലെ? അപ്പൊ മാനിങ്സ് ഫോർമുലയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ ചോദിച്ചത് എന്താണ്? ഡിസൈന് സെപ്പറേറ്റ് സീവർ. ഇവിടെയും സീവർ ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്.
സീവർ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ സീവറിന്റെ ഡയാമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഡയാമീറ്റർ ഉള്ള പൈപ്പാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താണ് ആദ്യം ആലോചിക്കുക? ആ ഒരു ഫോർമുല അല്ലെ, ഡിസ്ചാർജ് ഫോർമുല Q is equal to AV. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതില് വാട്ടർ ഷെഡിന്റെ ഏരിയ എന്ന് പറയുന്നത് 50 ഹെക്ടേഴ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ Q എങ്ങനെ കണ്ടുപിടിക്കാം? ഇതില് Q തന്നിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ ഏരിയ തന്നിട്ടുണ്ട്, സ്റ്റോമിന്റെ ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്, പക്ഷെ ഡിസ്ചാർജ് ഡയറക്റ്റ് ആയി തന്നിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ Q ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, പക്ഷെ ഇതിൽ Q തന്നിട്ടില്ല. നിങ്ങൾ Q കണ്ടുപിടിക്കണം. അപ്പൊ Q കണ്ടുപിടിക്കാൻ നമുക്കറിയാം, Q is equal to AIR by 360. ഓക്കെ, അതിലെ A നമുക്കറിയാം 50 ഹെക്ടേഴ്സ് ആണ്. I തന്നിട്ടുണ്ട് 0.5 തന്നിട്ടുണ്ട്. പക്ഷെ R എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. അത് തന്നിട്ടില്ല അല്ലെ, പക്ഷെ അതിന് പകരം തന്നതാണ് എന്ത്? ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം is 15 minutes. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് R കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, R കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പറഞ്ഞിരുന്നു. അതായത് 5 to 20 minutes ഡ്യൂറേഷൻ ഉള്ള സ്റ്റോം ആണെങ്കിൽ എങ്ങനെ നമുക്ക് R കണ്ടുപിടിക്കാം? പിന്നെ അതുപോലെ തന്നെ 20 to 100 minutes ഉള്ള സ്റ്റോം ആണെങ്കിൽ എങ്ങനെ R കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ ഇതിപ്പോ 5 to 20ന്റെ ഇടയിലാണ് വരുന്നത് അല്ലെ, 15 മിനിറ്റ് ആണ്. അപ്പോൾ Rനൊരു നമ്മളൊരു ഫോർമുല പറഞ്ഞിരുന്നു, 760 divided by T plus 10. അതിലെ T എന്ന് പറയുന്നതാണ് 15. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് R കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് Q അറിയാൻ സാധിക്കും. Q is equal to AIR by 360. അങ്ങനെ Q കിട്ടും. പിന്നെ Q is equal to AV, അതാണ് ഫോർമുല അല്ലേ. അപ്പൊ Q കിട്ടി. ഇനി V കിട്ടാൻ നേരത്തെ പോലെ തന്നെ മാനിങ്സ് ഫോർമുല ഉപയോഗിക്കാം അല്ലെ, 1 by n m raised to 2 by 3 I raised to half. അപ്പൊ അതില് m എന്ന് പറയുന്നത് ഏരിയ ബൈ പെരിമീറ്റർ, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പൊ അതിനും നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, റണ്ണിങ് ഫുൾ. അപ്പൊ ഇവിടെ റണ്ണിങ് ഫുൾ ആണ്, അതായത് ആ ഒരു പൈപ്പിന്റെ മുഴുവനായിട്ട് സീവേജ് ഒഴുകുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് റണ്ണിങ് ഫുൾ. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ എന്ത് ചെയ്യണം? ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് സർക്കുലർ സീവർ എടുക്കുക, അതായത് π/4d² എടുക്കുക. പിന്നെ അതുപോലെ പെരിമീറ്ററും ടോട്ടൽ പെരിമീറ്റർ എടുക്കുക. എത്രയാണ്? πd മുഴുവനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോഴും നേരത്തെ ചെയ്തതുപോലെ d/4 തന്നെയാണ് വാല്യൂ വരിക. ഓക്കെ, അപ്പൊ നമുക്കിനി അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഏരിയ 50 ഹെക്ടേഴ്സ്, I അതായത് ഇംപെർമിയബിലിറ്റി ഫാക്ടർ അല്ലെ 0.5, ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്, N റുഗോസിറ്റി കോഎഫിഷ്യന്റ് 0.013, പിന്നെ I ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ സ്ലോപ്പ് 0.01 അല്ലെ. അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണ്? Q is equal to AV. അതിലെ Q കണ്ടുപിടിക്കണം, V കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ Q ആദ്യം നമുക്ക് Q കാണാൻ വേണ്ടി Q എന്താണ്? AIR by 360 അല്ലെ. അതിലെ A എന്ന് പറയുന്നത് 50, I എന്ന് പറയുന്നത് 0.5 തന്നിട്ടുണ്ട്. ഇനി R ആണ് നമുക്ക് അറിയാത്തത്. R-ന് ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണ്? For a 15-minute storm, R is equal to 760 by T plus 10. T എന്ന് പറയുന്നത് 15. ഓക്കെ, ഈ ഒരു ഫോർമുല എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? When the storm duration is 5 to 20 minutes. 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഡ്യൂറേഷൻ ഉള്ളൊരു സ്റ്റോമിനാണ് ഈ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടത്.
20 മിനിറ്റ് മുതൽ 100 മിനിറ്റ് വരെ സ്റ്റോം ഉണ്ടെങ്കിൽ, മഴ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതായിരുന്നു? 1020/t+20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ R കണ്ടുപിടിച്ചു. അപ്പൊ R ഇത്ര mm/h ആണെന്ന് കിട്ടി. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഡിസ്ചാർജ് ഓഫ് സ്റ്റോം വാട്ടർ, എത്രത്തോളം സ്റ്റോം വാട്ടർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. 2.11 m³/s. അപ്പൊ അത്രയാണ് സ്റ്റോം വാട്ടർ ഫ്ലോ റേറ്റ്. ഇനി മാനിങ്സ് ഫോർമുല വെച്ച് നമുക്ക് V കണ്ടുപിടിക്കാം. V എന്ന് പറയുന്നത് 1/n × m⁻²/3 × I⁻½ ആണ് അല്ലെ. അതിലെ n നമുക്ക് തന്നിട്ടുണ്ട്, iയും തന്നിട്ടുണ്ട് അല്ലെ, തന്നിട്ടുണ്ട്. പിന്നെ അറിയാത്തത് m എന്ന് പറയുന്നത് ഏരിയ ബൈ പെരിമീറ്റർ. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ് കിട്ടുക? നേരത്തെ കിട്ടിയതുപോലെ d/4 എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡിയിൽ ഇൻ ടേംസ് ഓഫ് ഡി ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ഈ Q = AV എന്ന് പറയുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ Qന് നമുക്ക് വാല്യൂ കിട്ടി 2.11 m³/s. A എന്ന് പറയുന്നത് ഏരിയ, π/4d² അല്ലെ. ഇത് എടുക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് റണ്ണിങ് ഫുൾ. ഹാഫ് ആയിരുന്നെങ്കിൽ π/8d² ആയിരുന്നു അല്ലെ. ഇതിപ്പോ ഫുൾ ആയതുകൊണ്ട് π/4d² തന്നെയാണ്. ഇൻറ്റു വെലോസിറ്റി, വെലോസിറ്റി എന്നും തന്നിട്ടുണ്ട്, കിട്ടി നമുക്ക് 3.053 d⁻²/3. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഡിന്റെ വാല്യൂ എത്രയാണ് കിട്ടുക? 0.9532. അപ്പൊ നമ്മൾ കുറച്ച് തൊട്ട് ഹയർ വാല്യൂലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് 1 മീറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട സീവറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, അതായത് 1 മീറ്റർ ഡയമീറ്റർ ഉള്ള സീവർ ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സീവർ ഡിസൈൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന് Q, നമ്മൾ ആ ഒരു സീവർ ഡിസൈൻ ആണ് ചോദിച്ചതെങ്കിൽ Q = AV എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അതിലെ Q കണ്ടുപിടിക്കാൻ AIR/360 യൂസ് ചെയ്യാം. പിന്നെ V കണ്ടുപിടിക്കാൻ മാനിങ്സ് ഫോർമുലയും ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഈ ഓരോ ടേംസ് ക്വസ്റ്റ്യനിൽ തന്നതനുസരിച്ചാണ് ഓരോ ടേംസ് എത്രത്തോളം നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് സീവർ ഡിസൈനിനെ കുറിച്ചുള്ള പ്രോബ്ലം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ത്രൂ വാട്സാപ്പ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി സീവറിനെ കുറിച്ച് പഠിക്കാൻ, നിങ്ങൾക്ക് സീവറിനെ കുറിച്ച് കുറെ പഠിക്കാനുണ്ട്. അതായത് സീവർ ഏതൊക്കെ ഷേപ്പിൽ നമ്മൾ എടുക്കും, ഏതൊക്കെ മെറ്റീരിയൽ ഓഫ് സീവറിന്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ താങ്ക് യു.